ഇന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നത് അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ധ്വജാരോഹണ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തി. RSS മേധാവി മോഹൻ ഭാഗവതും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. इस वक्त उपस्थित हैं और सभी प्रतीक्षा कर रहे हैं उन पलों की जब ये जो ध्वजदंड आपको दिख रहा है उस पर अद्भुत धर्म ध्वजा आज प्रतिष्ठित की जाएगी और इसी के साथ शंखनाद किया जाएगा। भगवान श्री राम के उन मूल्यों का संपूर्ण विश्व के समक्ष സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജു, രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ചടങ്ങാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ മറ്റാരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ? രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഔദ്യോഗികമായി രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നന്നായി പതാക ഉയർത്തൽ ചടങ്ങിലൂടെ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ള വിശിഷ്ട വ്യക്തികളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഏകദേശം 7000-ഓളം ജനങ്ങളാണ് ഈ ചടങ്ങ് വേണ്ടി അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രി ഈ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് അയോധ്യയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അതിനുശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പൂജയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പതാക ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായും 2020-ലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചത്. 5 വർഷവും 3 മാസവും എടുത്താണ് പണി പൂർത്തീകരിച്ചത്. ഇന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ട് അത് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പതാക ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വലിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിക്കാട്ടിയതായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തന്നെ BJPക്ക് വോട്ട് ശേഖരിക്കാൻ സാധിക്കും എന്നുള്ള ചില ധാരണയൊക്കെയും അക്കാലത്ത് നിലനിന്നു. പക്ഷേ അതിനൊക്കെയും വിപരീതമായിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ. എന്തായാലും ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പണിയൊക്കെയും പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളാണ് ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിലെ പൂജകൾക്കായി എത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തുകയും അയോധ്യയിലെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അയോധ്യയിലെ രാംലല്ല വിഗ്രഹത്തെ വണങ്ങിയതിനു ശേഷമാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം എന്ന നിലയിൽ അയോധ്യയിലെ രാമക്ഷേത്രം മാറിയിരിക്കുകയാണ്. അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ലോകത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങിലൂടെ. നൗഫൽ, जनता जनार्दन के सम्मुख BJPയുടെ ध्वजारोहण करेंगे. 11:55 से लेके आगे के अभिजीत मुहूर्त രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തിയാക്കൽ सुखद संयोग है. ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. मुहूर्त में ही भूमि पूजन हुआ था. अभिजीत मुहूर्त പ്രധാനമന്ത്രി പതാക ഉയർത്തി. RSS മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം പ്രത്യേകം ക്ഷണിച്ച അതിഥികളുമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. श्री राम जन्मभूमि तीर्थ क्षेत्र का जो ध्येय वाक्य है वो कहा गया है रामो विग्रहवान धर्मः, और जो श्लोक है वो कहा गया है रामो विग्रहवान धर्मः. श्री राम धर्म के साक्षात विग्रह हैं. साधु सत्य पराक्रमः, साधु हैं, सत्य शाश्वत हैं और पराक्रमी हैं. राजा सर्वस्व लोकस्य देवानाम इव वासवः, वे समस्त लोक के राजा हैं, सर्वस्व के राजा हैं, त्रिभुवन के राजा हैं, वैसे ही जैसे कि इंद्र देवताओं के राजा हैं. तो धर्म के मूर्त रूप में, पवित्र रूप में, साधु रूप में, सत्यवादी रूप में, सभी लोगों के राजा के रूप में, लोकनाथ के रूप में, मर्यादा पुरुषोत्तम के रूप में भगवान श्री राम का अवतरण इसी अयोध्या धराधाम पर हुआ और इसी अयोध्या धराधाम पर उनके जन्मस्थान पर दिव्य भव्य मंदिर का निर्माण हुआ. और आज उस संकल्प के सिद्धि के स्वरूप में ध्वजारोहण कार्यक्रम में प्रधानमंत्री नरेंद्र मोदी सम्मुख उपस्थित हैं. भगवान श्री राम के, जनता जनार्दन के, विशिष्ट अतिथियों के, अवधपुरवासियों के, और आज निश्चित तौर से वो अयोध्या जहाँ पर युद्ध नहीं होता, वह अवध जहाँ किसी का वध नहीं होता, एक स्वर्णिम अध्याय लिखने जा रहा है सांस्कृतिक उत्कर्ष के नए आयाम को. हमारी संस्कृति ही ऐसी है जो कहती है
कि विजय केवल लोहे की नहीं, धर्म की रही धरा पर धूम। भिक्षु बनकर रहते सम्राट, दया दिखलाते घर घर घूम। यवन को दिया दया का दान, चीन को मिली धर्म की दृष्टि। मिला था स्वर्ण भूमि को रत्न, शील को सिंघल की भी सृष्टि। किसी का हमने छीना नहीं, प्रकृति का रहा पालना यही। हमारी जन्मभूमि थी यही, और हम नहीं आए थे कहीं। ये आर्यावर्त की भूमि, ये हिंद भूमि, ये हिंद देश, ये भारतवर्ष, ये आर्यावर्त निश्चित तौर से उस आर्य आर्ष संस्कृति का प्रतीक है। और उसी आर्य आर्ष संस्कृति के ध्वजवाहक के रूप में, भारत भारतीयता के संवाहक के रूप में, और उसी सांस्कृतिक पुनर्जागरण के नए अध्याय के रूप में यहाँ पर आज ध्वजारोहण हो रहा है भगवान श्री राम के दिव्य भव्य मंदिर के उत्तुंग शिखर पर। തപസ്വി के रूप में, तेजस्वी के रूप में, तेजपुंज के रूप में। 5 വർഷവും 3 മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 2020 ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ന് രാവിലെ മോദി സാകേത് കോളേജിൽ നിന്ന് അയോധ്യ ധാമിലേക്ക് റോഡ് ഷോ നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് സമീപത്തെ ക്ഷേത്രങ്ങളെ ദർശനം നടത്തിയ ശേഷം ഈ ചടങ്ങിലേക്ക് എത്തിയത്. ഈ ചടങ്ങിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, വിവിധ സന്യാസി മഠങ്ങളുടെ തലവന്മാർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. BJP സർക്കാർ അവരുടെ ഏറ്റവും വലിയ നേട്ടമായി അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് രാമക്ഷേത്ര നിർമ്മാണം. അതിൻ്റെ പൂർത്തീകരണ ചടങ്ങാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.